ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ജനുവരി 12 മുതൽ 18 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര്? അടുത്തിടെ ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. ഉത്തരം ഡോക്ടർ വി നാരായണൻ. ISROയുടെ 11ാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ എസ് സോമനാഥ് വിരമിച്ചതിൻ്റെ ഒഴിവിലേക്കാണ് ഡോക്ടർ വി നാരായണൻ നിയമിതനാവുന്നത്. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയാവുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. 2025 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയാവുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം പ്രേബോവോ സുബിയാന്തോ. ജനുവരി 13 പുതുവത്സരം ആഘോഷിക്കുന്ന പ്രദേശം. ജനുവരി 13 പുതുവത്സരം ആഘോഷിക്കുന്ന പ്രദേശം. ഉത്തരം ഫൗല ദ്വീപ്. 2025 ജനുവരിയിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ആര്? ഉത്തരം അഞ്ജു ബോബി ജോർജ്. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം സിംഗപ്പൂർ. 2ാം സ്ഥാനത്ത് ജപ്പാൻ. ഇന്ത്യയുടെ സ്ഥാനം 85. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യ 85ാം സ്ഥാനത്ത്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ആര്? 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരി. കാമ്യ കാർത്തികേയൻ. ഉത്തരം കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കൂടിയാണ് കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ജ്യോതി റാത്രേ. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി 2025 ജനുവരിയിൽ നിയമിതനായത്. ഉത്തരം ബഹദൂർ സിംഗ് സാഗു. ദേശീയ യുവജന ദിനം എന്ന്. ദേശീയ യുവജന ദിനം ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. 1863 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ എന്ന നരേന്ദ്രനാഥ് ദത്ത ജനിച്ചത്. 2025 ജനുവരിയിൽ ബഹിരാകാശത്ത് പയർവിത്തുകൾ മുളപ്പിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. ഉത്തരം ISRO. 2024 നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. 2024 നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ടീം കേരളം. ദേശീയ ഉത്സവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റ്. ദേശീയ ഉത്സവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റ്. ഉത്തരം രാഷ്ട്രപർവ്. വേദനയില്ലാത്ത കുത്തിവയ്പ്പുകൾക്കായി സൂചിരഹിത സിറിഞ്ചുകൾ വികസിപ്പിച്ച സ്ഥാപനം. വേദനയില്ലാത്ത കുത്തിവയ്പ്പുകൾക്കായി സൂചിരഹിത സിറിഞ്ചുകൾ വികസിപ്പിച്ച സ്ഥാപനം ഏത്? ഉത്തരം IIT ബോംബെ. ഇന്ത്യയുടെ ആദ്യത്തെ AI സംവിധാനം ഒരുക്കിയ യുദ്ധക്കപ്പൽ ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ AI സംവിധാനം ഒരുക്കിയ യുദ്ധക്കപ്പൽ. ഉത്തരം INS സൂററ്റ്. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗം ഏത്? അടുത്തിടെ ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗം. ഉത്തരം ജരാവ. ജരാവ ഗോത്ര വിഭാഗം. ദേശാടന പക്ഷികളുടെ വരവ് ആഘോഷമാക്കി ഫ്ലമിംഗോ ഫെസ്റ്റിവൽ 2025 ജനുവരിയിൽ ഏതു സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? ഫ്ലമിംഗോ ഫെസ്റ്റിവൽ 2025 ജനുവരിയിൽ ഏതു സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശ്.
2025 ജനുവരി 15 സ്ഥാപിതമായതിൻ്റെ 150ാമത് വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏത്? 2025 ജനുവരി 15 സ്ഥാപിതമായതിൻ്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം. ഉത്തരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 1875 ജനുവരി 15 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ. ഉത്തരം PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 16ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് E. സന്തോഷ് കുമാർ. നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സോറൻ മിലനോവിക്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്ന്? ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഏത്? സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം. ഉത്തരം പാർക്കർ സോളാർ പ്രോബ്. നാസയുടെ പാർക്കർ സോളാർ പ്രോബ്. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ജനുവരിയിൽ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതൊക്കെയാണ്? പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ജനുവരിയിൽ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ. ഉത്തരം കോഴിക്കോട് കാപ്പാട് ബീച്ച്, കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച്. കോഴിക്കോട് കാപ്പാട് ബീച്ച്, കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച് എന്നീ ബീച്ചുകൾക്കാണ് 2025 ജനുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. 2025 ജനുവരിയിൽ ലെബനന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ജോസഫ് ഔൻ. ദേശീയ കരസേനാ ദിനം എന്ന്? ദേശീയ കരസേനാ ദിനം. ഉത്തരം ജനുവരി 15. സ്ത്രീകൾക്ക് അവരുടെ താമസ സ്ഥലത്തു നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസിന്റെ സഹായം എന്നിവ യഥാസമയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതി. സ്ത്രീകൾക്ക് അവരുടെ താമസ സ്ഥലത്തു നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ യഥാസമയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതിയുടെ പേര്. ഉത്തരം കാതോർത്ത്. കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നത് മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടിയുള്ള പോലീസ് പദ്ധതിയുടെ പേര്. കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നത് മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടിയുള്ള പോലീസ് പദ്ധതി. ഉത്തരം DDAD. മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ പ്രസാർ ഭാരതി ആരംഭിച്ച പ്രത്യേക FM റേഡിയോ ചാനൽ കുംഭവാണി. ഉത്തർപ്രദേശിലെ പ്രയാഗിലാണ് 2025 ജനുവരിയിൽ മഹാകുംഭമേള നടക്കുന്നത്.